ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ തുഞ്ചംപറമ്പിലാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന തിരൂർ തുഞ്ചംപറമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വളരെ മനോഹരമാണ്. ഇവിടെ കയറുമ്പോൾ ഇച്ചിരി ഒരു കഥയും കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൃദയാനുഭവം നമുക്കിവിടെ ഈ തുഞ്ചംപറമ്പിൽ കിട്ടുന്നതാണ്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്ന ആ ആളുകൾ അത് ശരിക്കും അവർ കഥയെയും കവിതയെയും പ്രകൃതിയെയൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് പ്രൈം സ്റ്റോണിനെ സംബന്ധിച്ച് ആകർഷിച്ച കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിർമ്മാണങ്ങളിൽ ഭൂരിഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചെങ്കല്ലാണ്. ചെങ്കല്ലിൻ്റെ 2 കളറ് പാറ്റേൺ നമുക്ക് തൊട്ടടുത്ത് എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്നത് റെഡിഷ് ആയിട്ടുള്ള കല്ലുകളാണ്. ഈ കല്ല് നല്ല ചെങ്കല്ല് കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നമ്മളെ കാലഘട്ടം എത്ര കാലം ഉണ്ടോ അത്രത്തോളം കാലം നിലനിൽക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവിടെ പറ്റുന്ന രീതിയിലുള്ള കൊത്തുപണികളും അതേപോലെ തന്നെ കല്ലുപയോഗിച്ചുള്ള റൗണ്ട് പില്ലറുകൾ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ എടുത്ത് പറയേണ്ടത് നല്ല മഞ്ഞ ചെങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണങ്ങളും കൂടെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നല്ല മഞ്ഞക്കല്ല് ഉപയോഗിച്ചിട്ട് നല്ല റൗണ്ടായിട്ടുള്ള പില്ലർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ലിൻ്റെ ഭിത്തി ചെയ്തിട്ടുണ്ട്. ആ ഭിത്തിയിൽ കുറച്ച് ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ നല്ല പഴുത്ത കോമാങ്ങ. ഈ ഒരു മാമ്പഴക്കാലാണിത്. മെയ് മാസം ഇന്നത്തെ ദിവസം 5-ാം തീയതിയാണ്. ഈ മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു സീസണാണ്. ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ മാവിൻ്റെ ഒരുപാട് മാവുകളുണ്ട്. മാവിൻ്റെ ചുവട്ടിൽ നിന്ന് മാമ്പഴം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചക്ക ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പം ഇവിടെ ഇപ്പം കുട്ടികൾക്കുള്ള ലൈബ്രറിയിൽ ഒരുപാട് പരിസര പ്രദേശങ്ങളിലുള്ള കുട്ടികൾ ഒരുപാട് വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിച്ചിരിക്കും, കളിച്ച് നടക്കും. അങ്ങനെ വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരെ സ്വർഗം തന്നെയാണ്. ഒരുപാട് പേരുണ്ട് ബുക്കുകൾ വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പറയാൻ വയ്യ. അത്രയ്ക്കും എന്താ പറയുക, വായന ഇഷ്ടപ്പെടുന്നവർക്ക്, മലയാളത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്, ബുക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വന്നിട്ട് ഇച്ചിരി നേരമെങ്കിലും ഇവിടെ ഇരുന്ന് കുറച്ച് വായിച്ചിട്ടൊക്കെ പോകണം. ഭയങ്കരം തന്നെ.